ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റയാൻകുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലക്കാർഡാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ചാർട്ട് പേപ്പറിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അകത്ത് ഫുള്ളും ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ചെയ്യുന്നത് പുറം വശമാണ് കേട്ടോ. പുറത്ത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് സൈഡൊക്കെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പശ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പശയെന്ന് പറയുന്നത് നമ്മുടെ തുണിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്തെ എടുക്കുന്ന പശയാണ്. അങ്ങനത്തെ അതിൻ്റെ മെയിൻ പീസ് എടുത്തിട്ട് അത് ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴത്തേക്കൊരു കാല് പോലെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. എന്നാലും സൈഡൊക്കെ ഒന്നുകൂടെ കൈ വെച്ചൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്ത് ഞാൻ പടം വരച്ച് കളറൊക്കെ കൊടുത്തു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ സൈഡൊക്കെ ഒന്നും കൂടെ ഫിനിഷൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുന്നത് തന്നെ തലേദിവസം രാത്രി ഒരു 11:30 കൂടിയിട്ടാണ് കേട്ടോ ഈ വർക്ക് തന്നെ ഒന്ന് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്ലക്കാർഡിൻ്റെ താഴത്തോട്ടൊരു കാല് പോലെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനെടുത്ത കാർഡ്ബോർഡിന് അധികം കട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ 2-3 ഈർക്കിലിയും കൂടെ എടുത്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈർക്കിലിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാനൊരു 3 ഈർക്കിലിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒത്തിരി വീതി ഇതിന് കൊടുത്തിട്ടില്ല, ചെറിയൊരു കാല് പോലെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈർക്കിലിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒടിച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകവും പുറവുമായിട്ട് ഈ പ്ലെയിൻ കാർഡ്ബോർഡ് കഷ്ണം തന്നെ കൊടുത്തിട്ട് നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്. സ്റ്റാപ്ലെയർ അടിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ സ്റ്റാപ്ലെയർ ആ സമയത്ത് തന്നെ കാണുന്നില്ലായിരുന്നേ. അങ്ങനെ ഗം വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല സമയമെടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളല്ലോ എന്നോർത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞു പോയി. അങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പ്ലക്കാർഡിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് മുന്നേ 2-3 പ്രാവശ്യമൊക്കെ വെച്ച് നോക്കി കേട്ടോ, കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചൊക്കെ കൊടുത്ത് ഒരുവിധം ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അകത്തും കുറച്ചൊക്കെ എഴുതാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ താഴത്തെ എഴുതിയതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത് ഞാനപ്പോൾ അത് തിരുത്തുന്നുണ്ടായിരുന്നു. ഇത് പിടിക്കേണ്ട ആൾ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ തിരുത്തിയിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.